ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഗണൽ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സാമിനൊക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ChatGPTയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് നോക്കുന്നത്. വളരെ ബേസിക്കായിട്ട് ഓർത്തോഗണൽ ഫങ്ഷൻസിന് വളരെ ബേസിക്കായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഓർത്തോഗണൽ ഫങ്ഷൻസ് അതെന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ നമുക്കൊരു ചെറിയൊരു ആൻസർ തന്നിട്ടുണ്ട്. ഓർത്തോഗണൽ ഫങ്ഷൻസ് ആർ ഫങ്ഷൻസ് ദാറ്റ് ബിഹേവ് ലൈക്ക് പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ബട്ട് ഇൻ ദ സ്പേസ് ഓഫ് ഫങ്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ജോമെട്രി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം, ആ രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരു ജോമെട്രിക് കേസായിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഫങ്ഷൻസിൻ്റെ നമ്മളിവിടെ ജോമെട്രി അല്ലാതെ ഫങ്ഷൻസിൻ്റെ കേസിൽ വരുമ്പോൾ രണ്ട് ഫങ്ഷൻസ് പെർപെൻഡിക്കുലർ ആവുക അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് മീൻസ് ഇൻ്റഗ്രൽ പ്രോഡക്റ്റ് 0 ആകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. Two functions f of x and g of x are said to be orthogonal over an interval ab, closed interval ab, if integral a to b f of x g of x dx is equal to 0. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഇൻ്റഗ്രൽ പ്രോഡക്റ്റ് ഇൻ്റഗ്രൽ a to b f of x into g of x dx is equal to 0. അപ്പോൾ അങ്ങനെ രണ്ട് ഫങ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഓർത്തോഗണൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഇൻ്റഗ്രൽ പ്രോഡക്റ്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫങ്ഷൻസും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഓർത്തോഗണലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ യു ഡോട്ട് ബി ആയിരിക്കും 0 ആവുന്നത്. ഇനി ഫങ്ഷൻ സ്പേസിൽ വരുന്ന സമയത്ത് രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണലാവണമെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ജെ എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന നമുക്ക് ഇപ്പം എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കാം. സൈൻ ഫങ്ഷൻസും കൊസൈൻ ഫങ്ഷൻസും ഓൺ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -π, അപ്പോൾ ഇവിടെ സൈൻ എൻ എക്സും കോസ് എം എക്സും അതെന്താണ്, രണ്ടും ഓർത്തോഗണലാണ്. ഇൻ്റഗ്രൽ ഓവർ -π to π സൈൻ എൻ എക്സ് കോസ് എം എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ സൈൻ ഫങ്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, അതായത് സെയിം ക്ലോസ്ഡ് ഇൻ്റർവൽ -π എന്താണ് സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. വെർ എൻ നോട്ട് ഈക്വൽ ടു എം. ഇപ്പോൾ -π to πൻ്റെ ഉള്ളിൽ രണ്ട് വാല്യൂസ് എന്നും എമ്മും ചൂസ് ചെയ്യുകയാണ്. അവിടെ എൻ നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ ആ സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ഡി എക്സ് ആ പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതേപോലെ തന്നെ കൊസൈൻ ഫങ്ഷൻസ് എൻ നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ സെയിം ആ ഇൻ്റഗ്രൽ പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 3 കേസുകളാണ് പറഞ്ഞത്. ഒന്ന് സൈനും കൊസൈനും മിക്സായി വരുന്നത്, കമ്പൈൻ ചെയ്ത് വരുന്നത് -π to πയിൽ. അതേപോലെ തന്നെ സൈൻ ഫങ്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, പിന്നെ അതേപോലെ കൊസൈൻ ഫങ്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓർത്തോഗണൽ ഫങ്ഷൻസിന് എക്സാമ്പിളായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഓർത്തോഗണൽ ഫങ്ഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് ഓർത്തോഗണാലിറ്റി വിത്ത് വെയ്റ്റ് ഫംഗ്ഷൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിൻ്റെ കൂടെ ഒരു വെയ്റ്റ് ഫംഗ്ഷൻ ഡബ്ല്യു ഓഫ് എക്സ് കൂടി വരുന്ന കേസിലാണ് എന്താ പറയുക, ഓർത്തോഗണാലിറ്റി വിത്ത് വെയ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ലെജൻഡറി പോളിനോമിയൽസ്, ഹെർമൈറ്റ് പോളിനോമിയൽസ്, ലെഗ്വർ പോളിനോമിയൽസ് എക്സെട്ര. സോ ഇതിൻ്റെ മെയിൻ ഉപയോഗം ഓർത്തോഗണൽ ഫങ്ഷൻസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിലാണ്, ഫോറിയർ സീരീസിലാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ്, സിഗ്നൽ പ്രോസസ്സിങ്, സോൾവിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ചില സമയത്ത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇത് നമ്മുടെ സിലബസിൽ വരുന്നത് ഫോറിയർ സീരീസിൻ്റെ ഒരു പോർഷനിലാണ്.
അതായത് ഫങ്ഷൻസിനെ സൈൻ കൊസൈൻ കമ്പോണൻസ് ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓർത്തോഗണൽ ഫങ്ഷൻസിൻ്റെ ഒരു ടോപ്പിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ഓർത്തോഗണൽ ഫങ്ഷൻസിൽ വരുന്നത്.